ഇന്നലെ എൻ്റെ മോൾ എന്നെ വിളിച്ചിരുന്നു. സത്യം പറഞ്ഞാൽ എനിക്ക് ആ മോളോട് സംസാരിക്കാൻ പോലും പറ്റിയില്ല. കാരണം എനിക്കിട്ടുള്ള പണി എന്നുള്ള കാര്യം എനിക്ക് 100% എനിക്കറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് മോളെ ഇത്ര നാൾ അപ്പായെ മോൻ വിളിച്ചില്ലല്ലോ എന്ന് ചോദിച്ചത്. അന്നേരം മോൾ എന്നോട് പറഞ്ഞു, അപ്പായി എന്നെ മറന്നോന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, അങ്ങനെ മറക്കാൻ പറ്റുമോ? അപ്പായി മോളെ എല്ലാം അറിഞ്ഞതിന് ശേഷം മോക്ക് ഞാൻ പറഞ്ഞു തരുമെന്നാണ് പറഞ്ഞത്. എന്നെ ഒന്ന് വിളിച്ചതിൻ്റെ പേരിൽ എൻ്റെ കുഞ്ഞിൽ ഒരുപാട് അനുഭവിച്ചു. കാരണം ഞാൻ ഇന്നലെ ആ വീഡിയോ കൊണ്ട് ഒരുപാട് സങ്കടപ്പെട്ട് നിൽക്കുക. അപ്പം ഞാൻ എന്നിട്ട് ഈ വീഡിയോ ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിസ്സാരം ഞാൻ അവിടെ സേഫ് ആയിരിക്കുന്നു, ആ കുഞ്ഞ് സേഫ് ആയിരിക്കുന്നു ഞാൻ ഓർത്ത്. പക്ഷേ ഇന്നലെ ആ വീഡിയോ നിങ്ങളെല്ലാവരും കണ്ടതാണ്. ആ 11 വയസ്സുള്ളൊരു കുഞ്ഞ് അത്ര അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഇതിനു മുമ്പ് ഞാൻ അനുഭവിച്ചത് എന്താണെന്ന് എനിക്ക് അറിയുന്നത്. സത്യമായിട്ട് ഞാൻ ഈ വീഡിയോ ഒന്നും എടുത്തിടാതിരുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഇമേജ് വേറൊന്നുമല്ല. ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ട് ഈ കലാഫീൽഡിൽ വന്നു. അപ്പോൾ ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്നലെ തനുജൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് കുറേ കമൻസും കാര്യങ്ങളൊക്കെ വന്നു. ഇന്ന് നിങ്ങൾ ജിനുവിൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു എന്നൊക്കെ ചോദിച്ചിട്ട് കുറേ കമൻസുകൾ വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ജിനുവിൻ്റെ വീഡിയോ ഞാൻ കണ്ടു. അതിൻ്റെ പുറത്താണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ജിനുവിൻ്റെ ഭാഗത്തും കുറേ വീഴ്ചകളും അതൊക്കെ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ജിനുവിനെ ഞാൻ ന്യായീകരിക്കുന്നൊന്നുമില്ല. ജിനുവിൻ്റെ ഭാഗത്തും തെറ്റുണ്ട്, അതുപോലെ തന്നെ തനൂജൻ്റെ ഭാഗത്തും തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ആരും രണ്ടുപേരും പെർഫെക്റ്റ് അല്ല. ആ കുഞ്ഞിനെ നോക്കേണ്ടത് രണ്ടുപേരുടെ ഉത്തരവാദിത്വമാണ്. അതുപോലെ തന്നെ എന്താ പറയുക, ജിനുവും ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോ കണ്ടപ്പോൾ ആ മോളെ വെച്ചിട്ട് എന്തായാലും തനു പബ്ലിക്കിൻ്റെ മുമ്പിൽ വന്നിട്ട് ആ മോളെ എത്രയ്ക്ക് മാത്രം അവഹേളിക്കുന്ന, എത്രയ്ക്ക് മാത്രം ഉപദ്രവിക്കുന്ന ആ ഒരു ഇത് നോക്കടി എന്ന് പറഞ്ഞിട്ട് അതെന്തായാലും എന്നെ ഒരു അമ്മ എന്നുള്ള നിലയ്ക്ക് എന്നെ എന്തായാലും അത് വേദനിപ്പിച്ചിട്ട്, അത് എന്ത് മാനസികാവസ്ഥയാണെങ്കിലും ശരി, ആ മാനസികാവസ്ഥ നിങ്ങൾ ക്യാമറയ്ക്ക് പിന്നാലെ തീർക്കാമല്ലോ. ക്യാമറയ്ക്ക് മുമ്പിൽ വന്നിട്ട് ഒരു ലൈവ് ഇട്ടിട്ട് ഇത്രയ്ക്ക് മാത്രം കൊട്ടിഘോഷിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. അത് തനു ചെയ്ത ഏറ്റവും വലിയൊരു മണ്ടത്തരം തന്നെയാണ്, ഏറ്റവും വലിയൊരു തെറ്റ് തന്നെയാണ്. അപ്പോൾ അതിനെ കുറച്ച് പേര് ന്യായീകരിക്കാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് അങ്ങനെ സംഭവിച്ചാൽ നിങ്ങൾക്ക് അതിൻ്റെ മാനസികാവസ്ഥ മനസ്സിലാവുള്ളൂ. അങ്ങനെയൊന്നും പറയേണ്ട കാര്യമില്ല. എന്താ ചോദിച്ചാൽ ഓരോരുത്തർക്കും ഓരോരോ മാനസികാവസ്ഥകൾ ഉണ്ടാവും. എല്ലാവരും എല്ലാം തികഞ്ഞവരായിട്ട് ലോകത്ത് ആരും ഉണ്ടാവില്ല. ഇപ്പോൾ തനുവിന് അങ്ങനെയുള്ള വിഷമമാണെങ്കിൽ എനിക്ക് അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വേറെ ഏതെങ്കിലുമൊക്കെ വിഷമങ്ങളുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള കമൻറ്റുകളൊന്നും ഒന്നും ആവശ്യമില്ല. അതുപോലെ തന്നെ തനു പെർഫെക്റ്റ് ആണ് എന്ന് പറയുന്നവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ജിനു ഇട്ട വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് നിങ്ങൾ എങ്ങനെ ന്യായീകരിക്കാൻ നോക്കുകയാണെങ്കിലും, തനുജനെ എങ്ങനെ ന്യായീകരിക്കാൻ നോക്കുകയാണെങ്കിലും, ഒരു ആണിനെ അവിടെ പോയിട്ട് അവൻ്റെ വീട്ടിൽ പോയിട്ട് ഭയങ്കരമായിട്ട് ഉപദ്രവിക്കുന്ന ഒരു ഇത് കണ്ടിട്ടുണ്ടായിരുന്നു. അതെന്തായാലും അത് കുറച്ച് ഇത് തന്നെയാണ്. അത് ആ സമയത്ത് വീണയായിട്ടുള്ള ബന്ധം കൊണ്ടാണ് അങ്ങനെയൊക്കെ എന്നുള്ളത് പറയണ്ടേ. എന്ത് തന്നെയാണെങ്കിലും അങ്ങനെ ചെയ്യും തോറും അയാളെ നിങ്ങൾക്ക് തിരിച്ചു കിട്ടുകയില്ല. അയാൾ വീണ്ടും നിങ്ങളെ സ്നേഹിച്ചിട്ടുണ്ടാകാം, നിങ്ങളുടെ ഭാഗത്ത് ഒരു തെറ്റും സംഭവിച്ചിട്ടില്ല എന്ന് നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും പറയാൻ പറ്റും. ജിനുവിൻ്റെ ഭാഗത്ത് മാത്രമാണ് തെറ്റ് സംഭവിച്ചത് എന്ന് നിങ്ങൾക്ക് 100% ഉറപ്പുണ്ടോ തനൂജ? എനിക്ക് അതാണ് നിങ്ങളോട് ചോദിക്കാനുള്ളത്. അതുപോലെ തന്നെ ഒരുപാട് തെറ്റുകുറ്റങ്ങൾ തനൂജിൻ്റെ ഭാഗത്ത് സംഭവിച്ചിട്ടുണ്ട്. പബ്ലിക്കിൻ്റെ മുമ്പിൽ വന്നിട്ട് ഒരിക്കലും ആ മോളെ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. അതുകൊണ്ടാണ് ഇപ്പോൾ അയാളും ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് പ്രതികരിച്ചത്. ആ മോളെ അച്ഛനെ വിളിച്ചു, അത് അതോടുകൂടി വിട്ടാൽ തീർന്നില്ലേ? പിന്നെ വെറുതെ മോളെ അച്ഛനെയല്ലേ വിളിച്ച്, വേറെ ആരെയും വിളിച്ചില്ലല്ലോ. ശരി, നിങ്ങളുടെ ആ ഒരു ഇത് അങ്ങനത്തെ ആയിരിക്കാം. എങ്ങനെയാണെങ്കിലും അത് ചെയ്തത് ഒട്ടും ശരിയായില്ല. അച്ഛനെ വിളിച്ചതിൽ അത് പോട്ടെ എന്നങ്ങ് വിട്ടാൽ മതിയായിരുന്നു. ഇതാണ് അച്ഛൻ അപ്പുറത്ത് കിടന്നിട്ട് ലൈവിൽ കിടന്ന് അമ്മയെ കുറ്റം പറയുന്നു, അമ്മ ഇവിടെ കിടന്നിട്ട് അച്ഛൻ അവിടെ ഉള്ള കുറ്റങ്ങൾ പറയുന്നു. എന്തിനാ അങ്ങനെയുള്ള പ്രഹസനം, എന്തിനാ അങ്ങനെ കാണിച്ചു കൂട്ടുന്നത് മനസ്സിലാവുന്നില്ല. അപ്പോൾ ഇവിടെ ഉള്ള ആൾക്കാർ അവിടെ പോയി പറഞ്ഞു കൊടുക്കുന്നു, അവിടെ ഉള്ള ആൾക്കാർ ഇവിടെ വന്ന് പറഞ്ഞിരുന്നു. അങ്ങനെയാണ് ആ ലൈവിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് തന്നെ അറിയുന്നില്ല. അപ്പോൾ എന്തായാലും ജിനു ഇട്ട വീഡിയോ ഉണ്ട്. അപ്പോൾ അത് നമുക്കൊന്ന് കണ്ടിട്ട് വരാം കേട്ടോ. ഒന്ന് കണ്ടു നോക്കൂ. അപ്പോൾ തരു ആ മോളെ കാണിക്കുന്ന ആ ലൈവിൽ അങ്ങനെ ഇട്ടത് കൊണ്ടാണ് ജിനു ഇപ്പോൾ ഈ ഒരു വീഡിയോ എടുത്ത് പബ്ലിക്കിന് മുമ്പിൽ ഇട്ടിരിക്കുന്നത്. അപ്പോൾ ജിനു ഇതിന് മുമ്പൊന്നും ഇങ്ങനെ ആ ഒരു വീഡിയോ എവിടെയും പ്ലേ ചെയ്തിട്ടില്ല, വീഡിയോ ഒന്നും ഇട്ടിട്ടില്ല. അപ്പോൾ ഇങ്ങനൊരു അവസരം കിട്ടിയപ്പോൾ പുള്ളിക്കാരൻ അതെടുത്ത് പ്രയോഗിച്ചു. അപ്പോൾ അതിനുള്ള വഴി ഒരുക്കി കൊടുത്തത് തനൂജ തന്നെയല്ലേ. അപ്പോൾ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും കരിവാരി തേച്ചിട്ട് യാതൊരു പ്രയോജനവുമില്ല. അയാൾക്ക് തനുവിനെ വേണ്ടെന്നുണ്ടെങ്കിൽ അയാളുടെ പാട്ടിനെ അങ്ങോട്ട് വിട്ട്
വിട്ടേക്കുക. പിന്നെ വെറുതെ തനു അയാളുടെ പുറകെ പോയിട്ട് അതുപോലെ തന്നെ ഒരു ഇൻ്റർവ്യൂവിലും പറയുന്നുണ്ടായിരുന്നു അയാൾ എൻ്റെ ഭർത്താവാണ്, ഡിവോഴ്സ് ചെയ്തിട്ടില്ല. അതിൻ്റെ കാര്യം എന്താണ്? അയാൾക്ക് നിന്നെ വേണ്ട, അപ്പോൾ അതങ്ങോട്ട് കളഞ്ഞേക്ക്. എത്ര സ്നേഹമാണെന്ന് പറഞ്ഞാലും എത്ര ആത്മാർത്ഥത ഉണ്ടെന്ന് പറഞ്ഞാലും നമ്മളെ വേണ്ടാത്തവരെ നമ്മൾ വെറുതെ കടിച്ചു തൂങ്ങി നിന്നിട്ട് യാതൊരു പ്രയോജനം ഉണ്ടെന്ന് തോന്നുന്നില്ല. അപ്പോൾ ഇനിയിപ്പോൾ അങ്ങനെ ഒരു കമൻറ്റ് വരുമായിരിക്കും, എൻ്റെ മനസ്സായിരിക്കില്ല അവരുടേത്. പക്ഷെ നമ്മൾ അങ്ങനെ പൊരുത്തപ്പെട്ട് പോയേ പറ്റുള്ളൂ. ഇപ്പോൾ ഇയാൾക്ക് വേണ്ടിയിട്ട് തനു ലൈഫ് സ്പോയിൽ ചെയ്തിട്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? അയാൾ തിരിച്ചു വരുന്നുള്ളത് തനുജിക്ക് ഉറപ്പുണ്ടോ? യാതൊരു ഉറപ്പുമില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെറുതെ സമയം കളയാന്നല്ലാതെ യാതൊരു കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു പെണ്ണ് എന്നുള്ള നിലയ്ക്ക് തനുജിനോട് എനിക്ക് പറയാനുള്ളത്, അയാൾ അത്രമാത്രം ഉപദ്രവിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് അയാൾക്ക് ഇതായത് കൊണ്ടാണ് അയാൾ നിന്നിൽ നിന്ന് പോയിരിക്കുന്നത്. അപ്പോൾ അതേ ഒരു അനുഭവമാണ് മോൾക്കും അവിടെ നടക്കുന്നത് എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലുമൊക്കെ കേസൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ആ മോളും കൂടെ തനുജനെ വിട്ട് പോയി കഴിഞ്ഞാൽ അതൊന്നും ചിലപ്പോൾ തനുജ നിനക്ക് താങ്ങാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ നോക്കിയും കണ്ടും സൂക്ഷിച്ചൊക്കെ മുന്നോട്ട് പോവുക. അതുപോലെ തന്നെ അയാൾ എന്തോ 2000 രൂപ എന്തോ കൊടുക്കാമെന്ന് പറയുന്നുണ്ട്, സ്കൂളിലെ കാര്യങ്ങളൊക്കെ നോക്കാമെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഇവള് പറയുന്നത് അത് പോരാ. ഇപ്പോൾ ഒരു കുഞ്ഞിനെ നോക്കുക എന്ന് പറയുന്നത് ഒരാൾക്ക് മാത്രമുള്ള ഉത്തരവാദിത്വമല്ല, അമ്മയ്ക്കും അച്ഛനും ഒരേ ഉത്തരവാദിത്വമുണ്ട്. അപ്പോൾ ആ ഒരു പൈസ 2000 ഉണ്ടെങ്കിൽ കുറച്ച് കാര്യങ്ങളൊക്കെ നടക്കില്ല. ആ ഒരു പൈസ മതിയെന്ന് വെക്കണം, ബാക്കിയുള്ളത് ഉത്തരവാദിത്വം അമ്മയുടെ ഉത്തരവാദിത്വമാണ്. അപ്പോൾ അമ്മയും നോക്കണം. ഇപ്പോൾ ഭക്ഷണം കഴിക്കുക എന്ന് പറയുന്നത് ഇപ്പോൾ തനുവിനുണ്ടാക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് ഒരു ഇത് കൊടുക്കണമെന്നല്ലേ ഉള്ളൂ, അല്ലാതെ സെപ്പറേറ്റ് ആയിട്ട് ആ മോൾക്ക് കൊടുക്കണമെന്നൊന്നുമില്ലല്ലോ. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ 2000 കിട്ടിയെങ്കിൽ അത് മതി. അപ്പോൾ അത് ഇപ്പോൾ ഇനി കമൻറ്റ് വരും 2000 കൊണ്ട് എന്താവാൻ, ഇന്ന് കാലത്ത് എന്താവാനാന്ന്. അപ്പോൾ നമ്മൾ വരുത്തി വെക്കുന്ന വേന നമ്മൾ തന്നെ അനുഭവിക്കേണ്ടി വരും. അപ്പോൾ അയാൾക്ക് സാമ്പത്തികമായിട്ട് അത്ര പൈസ കൊടുക്കാൻ പറ്റുള്ളൂ എങ്കിൽ അത് അയാൾ കൊടുക്കും, അത് അങ്ങനെ കൊടുക്കുന്നു. അപ്പോൾ അതും വേണ്ട, ഞാൻ ഡിവോഴ്സും കൊടുക്കില്ല എന്നൊക്കെ പറഞ്ഞ് വാശിയായിട്ട് നിന്ന് കഴിഞ്ഞാൽ ഇപ്പോൾ മോൾക്ക് 11 വയസ്സായി, ഇനിയിപ്പോൾ 18 വയസ്സ് വരെ ചിലവിന് കൊടുക്കണം എന്നുള്ളൂ കോടതി പറയുന്നുള്ളൂ. അപ്പോൾ 18 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ ആ ചിലവിന് കിട്ടുന്നതും കൂടെ ഇല്ലാതാവും. അപ്പോൾ അത്രയും സമയം വെറുതെ കളയാതെ ആ കിട്ടുന്ന പൈസ വാങ്ങിക്കുക. അപ്പോൾ തനുവിനും അത്യാവശ്യം യൂട്യൂബിൽ നിന്നാണെങ്കിലും അതുപോലെ തന്നെ വേറെ എന്തൊക്കെ വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിൽ നിന്നൊക്കെ എന്തായാലും പൈസ കിട്ടുന്നുണ്ടല്ലോ. അപ്പോൾ അതുമായിട്ട് അത്ര മതിയെന്ന് വിചാരിച്ചിട്ട് മുന്നോട്ട് പോവുക. അല്ലാതെ വെറുതെ അപ്പുറത്തും ഇപ്പുറത്തും കടന്ന് ഇങ്ങനെയും തെറിവിളിയും അതുപോലെ എന്താ പറയുക, ലൈവ് കണ്ടാൽ തന്നെ ഇത് വരും, ഇവിടുത്തെ കാര്യങ്ങൾ അവിടെ പറയും, അവിടുത്തെ കാര്യങ്ങൾ ഇവിടെ പറയും, ഭയങ്കര ഇത്, ഇവിടുത്തെ അതേത് അവിടെ പറയും, അവിടുത്തെ അതേത് ഇവിടെ പറയും. എന്താണിത്? എന്തിനാണ് അപ്പുറത്തും ഇപ്പുറത്തും കിടന്ന് ഇങ്ങനെ ഇതാവുന്നത്? എന്തിനാണെന്ന് മനസ്സിലാകുന്നില്ല. അയാളുമായിട്ട് ജിനുവിന് ഞാൻ പറയുന്നുണ്ട്, ജിനു എന്തിനാണ് ഇതൊക്കെ കേട്ടിട്ട് വെറുതെ പ്രതികരിക്കാൻ നിൽക്കുന്നത് മനസ്സിലാവുന്നില്ല. ഇവളെ വെച്ച് അയാൾ കാശുണ്ടാക്കുന്നു, അയാളെ വെച്ച് ഇവള് കാശുണ്ടാക്കുന്നു. അപ്പോൾ അതിൽ നമ്മൾ എന്തെങ്കിലും റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ഒരു അനുഭവം വരുമ്പോഴേ നിങ്ങൾ പഠിക്കുള്ളൂ എന്നുള്ളത്. അപ്പോൾ ഇവർ ഇങ്ങനെ പബ്ലിക്കിന് മുമ്പിൽ ഇങ്ങനെ വിളിച്ച് പറയുമ്പോൾ റിയാക്ഷൻ ചെയ്യേണ്ടവർ അതെടുത്ത് റിയാക്ഷൻ ചെയ്യും. അത് എങ്ങനത്തെ കാര്യങ്ങളാണെങ്കിലും ശരി, ഒരുപാട് പേര് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ചെയ്യേണ്ട ഇത് ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ അത് ചെയ്യും, അത്രയേ ഉള്ളൂ. അല്ലാതെ അവരുടെ കുടുംബത്തിൽ പോയി എത്തി നോക്കുകയും ഇതാവുന്നില്ല. അവർ പബ്ലിക്കിന് മുമ്പിലാണ് വിളിച്ച് പറയുന്നത്, അല്ലാതെ അവരുടെ വീട്ടിൽ പോയിട്ട് അതിനപ്പുറത്ത് ഒളിച്ച് നോക്കുമെന്നല്ല റിയാക്ഷൻ അവർ ചെയ്യുന്നത്. അവർ പബ്ലിക്കിന് മുമ്പിൽ വിളിച്ച് പറയുന്നു, അത് ഞങ്ങൾ എടുത്ത് റിയാക്ട് ചെയ്യും. അപ്പോൾ ഒന്നടങ്കം റിയാക്ട് ചെയ്യുന്നവരെ കളിയാക്കിയിട്ടും ഇതായിട്ടൊന്നും യാതൊരു കാര്യമില്ല. അപ്പോൾ അവർ അങ്ങനെയുള്ളവർ പബ്ലിക്കിന് മുമ്പിൽ വന്ന് പറയരുത്. പബ്ലിക്ക് മുമ്പിൽ വന്ന് പറയുമ്പോഴാണല്ലോ റിയാക്ഷൻ ചെയ്യുന്നവർ അതെടുത്ത് റിയാക്ഷൻ ചെയ്യുന്നത്, അല്ലാതെ വേറൊന്നും ഇല്ല. അതുപോലെ തന്നെ തനുജ ഒരുപാട് ശ്രദ്ധിക്കാനുണ്ട്. അയാൾക്കൊന്നും നഷ്ടപ്പെടാനില്ല. അയാൾക്കിപ്പോൾ ഒരു ഭാര്യയായി, ഒരു മോളായി, അയാൾ സന്തുഷ്ടമായിട്ട് ജീവിക്കുന്നു. അതുപോലെ തനുജ ജീവിച്ച് കാണിച്ചു കൊടുക്കുകയാണ് വേണ്ടത്. അല്ലാതെ ഇവിടെ കടന്നിട്ട് ഇങ്ങനെയും ഷോ കാണിച്ച് വെറുതെ തനുജൻ്റെ എനർജി കളയുക, തനുജ സ്വയം ഇല്ലാതായതുകൊണ്ട് യാതൊരു കാര്യമില്ല. തനുജയുടെ ഗ്രാഫ് ഇപ്പോൾ കുറഞ്ഞു വരികയാണ്. എന്താ ചോദിച്ചപ്പോൾ തനുജനെ സപ്പോർട്ട് ചെയ്തവരൊക്കെ ഇപ്പോൾ ഈ ഒരു വീഡിയോ കാര്യങ്ങളൊക്കെ കണ്ടതിന് ശേഷം തനുജനെ നെഗറ്റീവ് പറയുന്ന ഒരുപാട് ആളുകളെ കണ്ടു. അപ്പോൾ അതുകൊണ്ട് തനു ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാറുണ്ട്. ആ മോളുടെ കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ട് ആ മോളെ നല്ല നിലയ്ക്ക് എത്തിക്കുക. ഇങ്ങനെയാണ് പോണതെങ്കിൽ ആ മോള് അധികം താമസിയാതെ തനുവിനെ വിട്ടിട്ട് ജിനുവിൻ്റെ അടുത്ത് പോകാനാണ് ചാൻസ്. അപ്പോൾ എന്ത് തന്നെ ന്യായീകരണം പറഞ്ഞാലും അത്രയ്ക്ക് മാത്രം ആ മോള് അവിടെ അനുഭവിക്കുന്നുണ്ടെന്നൊക്കെ ആണ് ആ ഒരു വീഡിയോ കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര വിഷമം തോന്നും. എന്ത് മാനസികാവസ്ഥയാണെങ്കിലും ഒരു പബ്ലിക്കിന് മുമ്പിൽ വന്നിട്ട് ഒരു അമ്മ ഇങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് എന്താണ്? അപ്പോൾ ക്യാമറയ്ക്ക് മുമ്പിൽ ഇങ്ങനെയാണെങ്കിൽ ക്യാമറ ഓഫാക്കി കഴിഞ്ഞതിന് ശേഷം ആ സ്ത്രീ എന്തായിരിക്കും? അതാണ് എല്ലാവരും ചിന്തിക്കുക. അതുപോലെ ഒരുപാട് ഇതും വന്നു, ഈ സ്ത്രീ ഡ്രാമയാണ്, ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട്. അയാൾക്ക് വേണ്ടാന്ന് നിന്നെ വേണ്ടെന്ന് ഒരു 5000 പ്രാവശ്യം പറയുന്നുണ്ട്. അപ്പോൾ പിന്നെ തനുവിന് അയാളിനെ വേണ്ട ആവശ്യമില്ല. അയാളുടെ പാട്ടിന് വിട്ടേക്കുക, അല്ലാതെ വെറുതെ പുറകെ നടന്നിട്ട് യാതൊരു കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല.
അതുപോലെ തന്നെ ജിനുവിൻ്റെ ഭാഗത്തും ഒരുപാട് മിസ്റ്റേക്കുകൾ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഇത് ഇട്ട ഉടനെ എന്താണ് എടുത്ത് വീഡിയോ ചെയ്ത് അതിന് വേറെ പ്രശ്നങ്ങൾ ഉണ്ടാക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. അത് അതോടുകൂടി വിട്ടാൽ മതിയായിരുന്നു. അപ്പോൾ ജിനുവിൻ്റെ ഭാഗത്തും മിസ്റ്റേക്കുകൾ സംഭവിച്ചിട്ടുണ്ട്, തനുവിൻ്റെ ഭാഗത്തും ഒരുപാട് മിസ്റ്റേക്കുകൾ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ എന്താ പറയുക, കുടുംബപ്പാട്ട് അങ്ങാടിപ്പാട്ടായി എന്ന് പറഞ്ഞ പോലെ കുടുംബത്തിലെ കാര്യങ്ങളെല്ലാം അങ്ങാടി പാട്ടായിരിക്കുകയാണ് ഇപ്പോൾ. അതുപോലെയാണ് ഇപ്പോൾ. അതുപോലെ എന്താ പറയുക, ഒരുപാട് എന്താണ് ജിനു ആ വീഡിയോയിൽ പറയുന്നുണ്ട്, ഇപ്പോൾ എനിക്ക് എന്താണ് വീണ മതി. അതൊക്കെ ശരിയാണ്. ഒരു ഭാര്യ കേൾക്കുന്ന സമയത്ത് എന്താണെങ്കിലും വിഷമം വരും, അതൊക്കെ ശരി തന്നെ. പക്ഷെ അങ്ങനെ പോയ ആളെ അങ്ങനെ അങ്ങോട്ട് വിട്ടേക്കുക. നമ്മൾ വെറുതെ പുറകെ നടന്ന് അയാളുടെ സമയം കളയുക, നമ്മുടെ സമയം കളഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. നമുക്ക് എന്താണോ നമ്മളെവിടെ എത്തണമെന്നുണ്ടെങ്കിൽ ആരിൻ്റെ പുറകെ പോയിട്ടോ ആരെ ഇതായിട്ടോ കാര്യമില്ല. നമുക്കുണ്ടെങ്കിൽ നമുക്കുണ്ട്, അങ്ങനെ അങ്ങോട്ട് മുന്നോട്ട് പോവുക. തനുവിൻ്റെ അടുത്ത് എനിക്ക് പറയാനുള്ളത്, തനുവിന് നല്ലൊരു ജോലിയുണ്ട്, അപ്പോൾ അതുമായിട്ട് മുന്നോട്ട് പോവുക. അല്ലാതെ ആ മോളെ നന്നായി വളർത്തി വലുതാക്കുക, ഇതൊന്നും മൈൻഡ് ചെയ്യാതിരിക്കുക. തനുവിൻ്റേതായിട്ടുള്ള അതിൽ പോവുക. ഇപ്പോൾ എന്ത് തന്നെ അത് കാണിച്ചാലും അയാൾ ഒരിക്കലും തനുവിൻ്റെ അടുത്ത് വരാൻ പോകുന്നില്ല. അയാൾ വീണ എന്ന് പറഞ്ഞിട്ടാണ് അയാൾ ഇരിക്കുന്നത്. അപ്പോൾ എന്താണ്, തനുവിൻ്റെ അടുത്ത് ഒരിക്കലും വരാൻ ചാൻസ് ഇല്ല. അതുകൊണ്ട് തനു എന്താണ് അയാൾക്ക് വേണ്ടിയിട്ട് ജീവിതം കളയണ്ടെന്നേ എനിക്ക് പറയാനുള്ളൂ. അല്ലാതെ അയാളുടെ പുറകെ നടന്ന് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ കൂടെയുള്ള ആ മോളും കൂടെ തള്ളിപ്പറയുന്ന ഒരു ദിവസം അധികം വിദൂരമായിരിക്കില്ല. പെട്ടെന്ന് തന്നെ അതും സംഭവിക്കും. ഇങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്. ആ കുഞ്ഞ് നിരന്തരം അച്ഛനെ കുറ്റം പറയുന്നത് കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരിക്കലും അച്ഛനെ കുറ്റം പറയുന്നത് ചിലപ്പോൾ മക്കൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വരില്ല. അപ്പോൾ അത് നാളെ അത് പ്രതികരിക്കേണ്ട ആ ഒരു ഇത് എന്താണ് എന്താ പറയുക, തനു തന്നെ ആ മോൾക്ക് ഒരുക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തനു സൂക്ഷിച്ചും കണ്ടൊക്കെ മുന്നോട്ട് പോവുക, പക്വതയോടുകൂടി കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുക. അല്ല എങ്കിൽ ഒരുപാട് വില കൊടുക്കേണ്ടി വരും. പിന്നെ കിടന്ന് കരഞ്ഞിട്ട് മുങ്ങിയിട്ടൊന്നും യാതൊരു കാര്യമില്ല. അപ്പോൾ ഞാൻ ഈ ഒരു ജിനുവിൻ്റെയും കൂടെ വീഡിയോ കണ്ടപ്പോൾ ഞാനിങ്ങനെ ക്ലാരിഫൈ ആയിട്ട് വന്നതാണ്. എന്താണെന്ന് വെച്ചാൽ ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, ജിനുവിൻ്റെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ അതും കൂടെ കണ്ടിട്ട് എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് വെച്ച് നിങ്ങളൊരു വീഡിയോ ചെയ്യണേന്ന്. അപ്പോൾ ജിനുവിൻ്റെ ഭാഗത്ത് തോന്നുന്നതെന്ന് പറഞ്ഞാൽ ജിനുവിൻ്റെ ഭാഗത്തും ഒരുപാട് മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. ജിനുവിനെ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നില്ല, ഒരിക്കലും സപ്പോർട്ട് ചെയ്യുന്നില്ല. ഞാൻ ജിനുവിനും തനുവിനും സപ്പോർട്ട് ചെയ്യുന്നില്ല. ആ മോളെ നടുക്ക് നിർത്തിയിട്ട് ഇവർ രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും ആ മോളെ കോമാളിയാക്കുകയാണ് ചെയ്യുന്നതാണ് എനിക്ക് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്. ഞാൻ ആരെയും സപ്പോർട്ട് ചെയ്യുന്നില്ല. എനിക്ക് രണ്ടുപേരുടെ വീഡിയോസ് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് രണ്ടുപേരുടെ കയ്യിലും ഒരുപാട് മിസ്റ്റേക്കുകൾ സംഭവിച്ചിട്ടുണ്ട്. രണ്ടുപേരും പെർഫെക്റ്റ് അല്ല. ആ മോളെ വെച്ചിട്ട് രണ്ടുപേരും കളിക്കുകയാണ്. ആ വീഡിയോ ഇവിടെ എടുത്തിടുന്നു, ഈ വീഡിയോ അവിടെ എടുത്തിടുന്നു, വെറുതെ ആളുകളെ കൊണ്ട് പറയിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്താ പറയുക, എന്താണ് ഇനിയും ഇത് ഇങ്ങനെയുള്ള കളികളായിട്ട് മുന്നോട്ട് പോവാതെ നിങ്ങളായിട്ട് ജീവിക്കാൻ നോക്കുക. ജീവിക്കാൻ എന്തെല്ലാം മാർഗ്ഗങ്ങളുണ്ട്, ആ ഒരു മാർഗ്ഗങ്ങളായിട്ട് മുന്നോട്ട് പോവുക. അപ്പോൾ ഈ ഒരു അവസരത്തിൽ എനിക്ക് ഇത്രേ പറയാനുള്ളൂ. എൻ്റെ ടോപ്പിക് ഇത്രയേ ഉള്ളൂ. പുതിയൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം.